ഇനി ലീഗ് ഹൗസിന് മുന്നിൽ നിന്ന് സമീർ സി മുഹമ്മദ് ചേരുന്നു. സമീർ, എന്താണ് ലീഗ് ആസ്ഥാനത്ത് കാണുന്ന കാഴ്ച? വലിയ രീതിയിലുള്ള ആഘോഷം തന്നെയാണ് ലീഗ് ഹൗസിലും നമുക്ക് കാണാനാകുന്നത്. പ്രവർത്തകരും നേതാക്കളുമൊക്കെ ഓഫീസിൽ എത്തിക്കൊണ്ട് ആഘോഷത്തിന്റെ ആ നിലയിലേക്ക് എത്തിയിരിക്കുന്നു. ഇപ്പോൾ കൊടിത്തോരണങ്ങളുമായിക്കൊണ്ട് അവരെത്തുന്നു. അതുപോലെ തന്നെ കരിമരുന്ന് പ്രയോഗമുണ്ട്, കൊടിത്തോരണങ്ങൾ ഉപയോഗിച്ചുള്ള പരിപാടികളുണ്ട്. അങ്ങനെ വിവിധങ്ങളായിട്ടുള്ള പരിപാടി, അതുപോലെ തന്നെ ബാൻഡ് മേളത്തിന്റെ അകമ്പടിയോട് കൂടിയുള്ള ഒരു ആഘോഷമാണ് നമുക്കിപ്പോൾ കാണാനാകുന്നത്. ഇപ്പോൾ കോഴിക്കോട് ജില്ലാ പ്രസിഡന്റ് എം.എ. റസാഖ് പ്രധാനപ്പെട്ട ഒരു കാര്യം, കുന്നമംഗലം മണ്ഡലം അദ്ദേഹം ഏറെ കാലത്തിന് ശേഷം തിരിച്ചു പിടിച്ചു എന്നുള്ള ഒരു സന്തോഷം കൂടി അദ്ദേഹത്തിന് പങ്കുവെക്കാറുണ്ട്. എങ്ങനെയാണ് ഈ നിമിഷത്തിലെ സന്തോഷം? അപ്പോ വലിയ വിജയമാണ് ജില്ലയിൽ ഉണ്ടായിട്ടുള്ളത്. അതുപോലെ തന്നെ കുന്നമംഗലം മണ്ഡലം റസാഖ് മാസ്റ്റർ വിജയിക്കുകയും ചെയ്തിരിക്കുന്നു. ജില്ലയിലെ മുന്നേറ്റം നേരത്തെ ഞങ്ങൾ പറഞ്ഞതാണ്. അതായത് കോഴിക്കോട് ജില്ലാ മുസ്ലിം ലീഗ് കമ്മിറ്റിയും DCCയും ചേർന്നുകൊണ്ട് നടത്തിയിട്ടുള്ള ഒരു പ്രവർത്തനമുണ്ട്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ, തുടർന്ന് ലോക്കൽ ബോഡി ഇലക്ഷനും, അതോടൊപ്പം നമ്മുടെ അസംബ്ലി തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് മാധ്യമങ്ങളോട് നമ്മൾ പറഞ്ഞിട്ടുണ്ട് കോഴിക്കോട് ജില്ല ചരിത്രം സൃഷ്ടിക്കും. കേരള സർക്കാർ രൂപീകരണത്തിന് പ്രധാന പങ്ക് വഹിക്കുന്ന ജില്ലയായി കോഴിക്കോട് മാറും എന്നുള്ള ഞങ്ങളുടെ ഞങ്ങൾ പറഞ്ഞ കാര്യങ്ങൾ ഓരോന്നായി നടപ്പാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പം ഞങ്ങൾ നേരത്തെ രാവിലെ ഞാൻ മീഡിയയെ കണ്ടപ്പോൾ ഞാൻ പറഞ്ഞു 11 ഉറപ്പ്, അതോടൊപ്പം 2 ബലാബലം. ഇപ്പോൾ 12 ഉറപ്പായി, 13ാമത്തേതിലേക്കും ഞങ്ങൾ നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ കോഴിക്കോട് ജില്ല, ആ ജില്ലയിലെ വിജയം എന്ന് പറയുന്നത് ഈ ടീം UDF, കോൺഗ്രസ് പാർട്ടിയും മുസ്ലിം ലീഗും കൈകോർത്ത് പിടിച്ച് മറ്റ് ഘടകകക്ഷികളെയും ചേർത്ത് നിർത്തി ഞങ്ങൾ നടത്തിയിട്ടുള്ള ഒരു മുന്നേറ്റമാണ്. മൈക്രോ ലെവൽ പ്രവർത്തനം നടത്തിയിട്ടാണ് ഞങ്ങൾ ഇത്രയും വലിയ ഭൂരിപക്ഷത്തിലേക്ക് എത്തി. കഠിനാധ്വാനത്തിലൂടെ നിരന്തരമായ 2021 അസംബ്ലി തെരഞ്ഞെടുപ്പിൽ നഷ്ടപ്പെട്ടതിന് ശേഷം ഞങ്ങൾ ഒരു നേരം പോലും വിശ്രമിച്ചിട്ടില്ല. ഞങ്ങൾ എല്ലാ സമയവും 24 മണിക്കൂറും പ്രവർത്തകന്മാരും നേതാക്കന്മാരും ചേർന്ന് തോളോട് ഏകോദര സഹോദരന്മാരെ പോലെ നേതാവ് പ്രവർത്തകൻ എന്നുള്ള വ്യത്യാസമില്ലാതെ ഒരുമിച്ച് ചേർന്നുകൊണ്ട് നടത്തിയ പ്രവർത്തനത്തിന്റെ ഭാഗമായിട്ടാണല്ലോ കോഴിക്കോട് കോർപ്പറേഷനിൽ എന്റെ മുകളിൽ നിൽക്കുന്നവരെ കണ്ടില്ലേ. കോർപ്പറേഷനിൽ ഒരു കപ്പലും ചുണ്ടനും നടുക്കാണല്ലോ പോയത്. ജില്ല ആദ്യമായി കോഴിക്കോടിന് ലഭിക്കുകയാണല്ലോ. 44 പഞ്ചായത്തുകൾ നമ്മുടെ UDFന് ലഭ്യമാണ്. ഇതൊക്കെയും നമ്മളെ സംബന്ധിച്ചിടത്തോളം ഉണ്ടായത് ഞങ്ങൾ അത്രയും അടുക്കും ചിട്ടയിലുമുള്ള പ്രവർത്തനം നടത്തിക്കൊണ്ടാണ്. മുസ്ലിം ലീഗ് പാർട്ടി എന്റെ കോഴിക്കോട് ജില്ലയിൽ ഗ്രാമയാത്ര നടത്തി നമ്മൾ മേഖലയിലും അതുപോലെ പഞ്ചായത്തുകളിലും മുനിസിപ്പാലിറ്റികളും പ്രവർത്തകന്മാരെ നേരിട്ട് കേട്ടു എന്ന് മാത്രമല്ല നേതാക്കന്മാരെയും കേട്ടു. അവിടുത്തെ വിഷയങ്ങൾ അഡ്രസ് ചെയ്തുകൊണ്ടാണ് ഞങ്ങൾ മുന്നോട്ട് പോയത്. കുന്നമംഗലം നിയോജകമണ്ഡലം എന്ന് പറയുന്നത് 2011 മുതൽ ഡീലിമിറ്റേഷന് ശേഷം നമുക്ക് UDFന് ലഭ്യമായിട്ടില്ലല്ലോ. ഡീലിമിറ്റേഷന് ശേഷം ആദ്യമായിട്ടാണ് UDFന് ലഭ്യമാകാൻ പോകുന്നത്. എങ്ങനെയൊക്കെയാണ് വൈകിട്ടത്തെ ഒരു ആഘോഷ പരിപാടികൾ? ആഘോഷമൊക്കെ നേതാക്കന്മാരോട് എല്ലാവരും തീരുമാനിക്കും. പക്ഷെ ഒരു കാര്യം ഇവിടെ കൂട്ടിച്ചേർക്കാനുള്ളത്, ലീഗ് ഹൗസിന് മുമ്പിലുള്ള ആഘോഷമാണ് സമീർ സി മുഹമ്മദ് പകർത്തിയത്. ഇപ്പോൾ പ്രധാനപ്പെട്ട ഫൈറ്റ് നടക്കുന്നത് തിരുവനന്തപുരത്തെ ചില മണ്ഡലങ്ങളിലാണ്. തിരുവനന്തപുരത്തെ നേമത്ത്, തിരുവനന്തപുരം സെൻട്രലിൽ, കഴക്കൂട്ടത്, ഇവിടെയെല്ലാം പ്രധാനപ്പെട്ട മത്സരങ്ങൾ നടക്കുകയാണ്. ഇനി അറിയേണ്ടത് നിഷാദെ, സന്ദീപ് വാര്യരുടെ സ്ഥിതി എന്താണ് നിലവിൽ? അവിടേക്കൊന്ന് പോകണം. അവിടെ തൃക്കരിപ്പൂരിൽ ഇപ്പോൾ വോട്ടിന് ലീഡാണ്. സന്ദീപ് 2270 വോട്ടിന് ലീഡാണ്. തൃക്കരിപ്പൂരല്ലേ? തൃക്കരിപ്പൂർ. കാസർഗോഡ് എന്താണ്? കാസർഗോഡ് തൃക്കരിപ്പൂർ 2270 വോട്ടിന് ലീഡാണ് സന്ദീപ് വാര്യർ. ശരി. ഓക്കെ. അപ്പോൾ UDF 100 തൊട്ടിരിക്കുന്നു. ഇപ്പോഴത്തെ അവസ്ഥയിൽ 100 തൊട്ടിരിക്കുന്നു. NDA 2 ലീഡ് തുടരുകയാണ്. NDA സ്ഥാനത്ത് 38ലേക്ക് LDFന്റെ ലീഡ് നില മാറിയിട്ടുണ്ട്. 100-ലധികം സീറ്റുമായി അധികാരത്തിലെത്തുമെന്ന VD സതീശന്റെ പ്രവചനം ഫലിക്കുമോ എന്നാണ് കാത്തിരിക്കേണ്ടത്. എന്തായാലും ഷഫീഖ് നസറുള്ള ചേരുന്നു. ഷഫീഖ്, ഈ തൃക്കരിപ്പൂര് ഇവര് കംഫർട്ടബിൾ മെജോറിറ്റിയിൽ വന്നോ ഈ UDF? ഇപ്പോൾ UDF 2270 വോട്ടിന്റെ മുന്നിലാണ്. ഇപ്പോൾ തൃക്കരിപ്പൂരിൽ ഇനി LDFന് സ്വാധീനമുള്ള മേഖലകൾ എണ്ണാനുണ്ട്. ചെറുവത്തൂരുണ്ട്, അതുപോലെ തന്നെ പിലിക്കോടുണ്ട്. പക്ഷെ അതിനുശേഷവും തൃക്കരിപ്പൂരിൽ ലീഗിന് വലിയ സ്വാധീനമുള്ള പടന്ന, തൃക്കരിപ്പൂർ, വലിയപറമ്പ് പഞ്ചായത്തുകൾ എണ്ണാനുണ്ട്. അങ്ങനെയാണെങ്കിൽ ഈ വോട്ട് ലീഡ് വെച്ച് തന്നെ തൃക്കരിപ്പൂരിൽ ജയിക്കാനാവും എന്നതാണ് UDFന്റെ ഒരു കണക്കുകൂട്ടൽ. അങ്ങനെയാണെങ്കിൽ സന്ദീപ് വാര്യർക്ക് ഇപ്പോൾ ഉള്ള ലീഡ് നിലനിർത്താനാവും. മറ്റ് LDFന്റെ പഞ്ചായത്തുകളിൽ നിന്ന് ലഭ്യമാവുന്ന ലീഡുകളും അതോടൊപ്പം തന്നെ UDFന് വലിയ സ്വാധീനമുള്ള
പഞ്ചായത്തുകൾ ഇനി എണ്ണാൻ ബാക്കിയുണ്ട്. അതുകൂടി വരുമ്പോൾ ഇപ്പോൾ നിലവിലുള്ള ലീഡോടുകൂടി വിജയിക്കാനാവും എന്നതാണ് ഒരു UDF കണക്കുകൂട്ടൽ. ശരി ഷഫീഖ്. ബിജീഷ്